ഹലോ കാക്ക, എന്താ ഇത്രയും ആൾക്കാരോട് കൂടിക്കണേ? എന്താ പ്രശ്നം? എന്താ? കഴിഞ്ഞ 2022 മുതൽ ഇവിടെ ഒരു കമ്പനി ബീറ്റോൺ എന്ന് പറഞ്ഞ കോഴി ഫാക്ടറി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നും കോഴി വേസ്റ്റ് സംസ്കരണ യൂണിറ്റ് ആണത്. അന്ന് തൊട്ട് ഞങ്ങൾ നാട്ടുകാരെയും ഇതിനെക്കുറിച്ചുള്ള മണം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പല മേഖലകളിൽ അധികാരികളിൽ ഞങ്ങൾ പലയിടങ്ങളിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ കൃത്യമായൊരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടി. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമെടുക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വിധി കിട്ടി. ആ വിധി പ്രകാരവും ഞങ്ങൾ അധികാരികളെ സമീപിച്ചു. എന്നിട്ടും പൊല്യൂഷൻ കൺട്രോളിൽ മെഷീൻസിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിന് പൊല്യൂഷൻ കൺട്രോൾ ശുചിത്വ മിഷനും ഇതിന് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തതിന് ശേഷം ഇവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളടക്കം ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 2-2.5-3 കൊല്ലമായിട്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹിക്കാൻ വയ്യാണ്ട് ഇന്നലെ ഞങ്ങളൊരു പ്രതികരണമായി ഞങ്ങൾ മുന്നോട്ടിറങ്ങി. അതുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തും ഈ നിൽക്കുന്ന വാർഡ് മെമ്പർമാരും അതേപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാവരും വന്ന് കാര്യങ്ങൾ എസ് ഐയും നിലമ്പൂർ എസ് ഐ കാര്യങ്ങളെല്ലാവരും വന്നിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ അവരൊരു തീരുമാനമെടുത്തു. ഇനി ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം അവർ വന്നു. പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. എന്നിട്ടും അവർ ധിക്കാരം കാണിച്ചുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി 11:30-ക്ക് ശേഷം അവർ ഇവരുടെ വണ്ടികൾ മുഴുവൻ കമ്പനിയിൽ കയറ്റി അവരെ കമ്പനി പ്രവർത്തിപ്പിച്ചു. അതിനെതിരെയും അതേപോലെ തന്നെ ഇനി ആ കമ്പനി അവിടെ വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അത്രയ്ക്ക് ഞങ്ങൾ സഹിച്ചു. ഇന്ന് 8 വണ്ടികൾ ഞങ്ങൾ തടയെന്ന് പറഞ്ഞിട്ട് പോലും അവരവരുടെ ധിക്കാരം കാണിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഈ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അവർ ഇറങ്ങി പോയിരിക്കുന്നത്.